ശ്രീ ഷോൺ ജോർജ്, ഇത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തൽ പുറത്തു വരികയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, ഇത്തരത്തിൽ ഈ സേവനത്തിന് പുറമേ ലഭിച്ചൊരു പ്രതിഫലമായി തന്നെയാണ് ഈ ഒരു തുകയെ നമ്മൾ കാണേണ്ടത്. എന്നിരുന്നാൽ കൂടിയും എത്രത്തോളം ഗുരുതരമായൊരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ഇത് 2015 മുതൽ പല തുകകളായിട്ട് 10 ലക്ഷം, 4 ലക്ഷം, അങ്ങനെ പല തുകകളിലായിട്ട് എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ കൃത്യമായി എൻട്രി 77,86,000 രൂപയുടെ എൻട്രി വന്നിട്ടുണ്ട് 2020 വരെ. 2020 അത് സീറോ ആയി കാണിച്ചിട്ടുണ്ട്. അപ്പോ ഇവര് ഇന്ന് CPM നേതാക്കൾ പറയുന്ന പോലെ ഒരു സേവനത്തിന് മാത്രമായി അവർ കൈപ്പറ്റിയ പണം, അതാണല്ലോ ഇന്ന് വരെ CPM മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. സേവനത്തിന് മാത്രമായി 1,82,00,000 രൂപ കൈപ്പറ്റിയതാണെങ്കിൽ ഈ 77 ലക്ഷം രൂപ എന്തിനാണ് കൈപ്പറ്റിയത്, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് അത് എന്ത് ചെയ്തു, അത് ഏത് പേരിലോട്ടാണ് മാറ്റിയത്, അത് ക്രെഡിറ്റിലുണ്ടോ, അത് ഇനി കൊടുക്കാനുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. ശ്രീ ഷോൺ ജോർജ്, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഒരു ഘട്ടത്തിൽ പോലും ഒരുപക്ഷെ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു തലത്തിലേക്കാണ് CPM നേതാക്കളുടെ പ്രതികരണങ്ങളൊക്കെയും വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിയാണ് ഇതിനെയൊക്കെ അവർ പ്രതിരോധിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ മൗനം തുടരുന്നതും അതും ഈ ഒരു വിഷയത്തിൻ്റെ കൂടുതൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്നതല്ലേ? അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് ഈ അറസ്റ്റും റെയ്ഡും, അതായത് ഈ റെയ്ഡും ഇതും സംബന്ധിച്ച് എക്സാലോജിക്കിന്റെ CMRന്റെ ഇടപാടുകൾ അന്വേഷിച്ച് തുടങ്ങിയ സമയത്ത് ഇവര് ഈ NBFC, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ ഓണേഴ്സ്. കർത്തയുടെ ഭാര്യയുമാണ് ഇതിന്റെ ഡയറക്ടേഴ്സ്. അപ്പോ ആ കമ്പനി ഇവര് 2020, സാധാരണ ഒരു NBFC ലൈസൻസിന് വേണ്ടി ആളുകൾ ഓടി നടക്കുകയാണ്. ആ കമ്പനിയുടെ ലൈസൻസ് തന്നെ റിസർവ് ബാങ്കിൽ കൊടുത്ത് ഇവർ ക്യാൻസൽ ചെയ്തു. ആ കമ്പനിയുടെ പേരും മാറ്റി. അതായത് പെട്ടെന്ന് ഒരാൾ സെർച്ച് ചെയ്താൽ കിട്ടുകയില്ലാത്ത രീതിയിൽ ഇതിന് കമ്പനിയുടെ പേര് ഇവർ മാറ്റി. എംപവർ ഇന്ത്യ എന്നുള്ളതായിരുന്നു പേര്. ഭാഗ്യത്തിന് എംപവർ പുതിയ കമ്പനിയുടെ പേരിലും ആ എംപവർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ട്രാൻസാക്ഷൻ കണ്ടെത്താൻ കഴിഞ്ഞത്. ഷോൺ ജോർജ്, മറ്റൊരു കാര്യം, ഇത്തരത്തിൽ പണം, ഈ ഒരു ഈടില്ലാത്ത വായ്പ എന്ന രീതിക്ക് പണം നൽകിയാലും ഈ ഒരു പണം ആരൊക്കെ എവിടേക്ക് ഉപയോഗിച്ചു എന്നുള്ളൊരു കാര്യങ്ങളും ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ ഏറ്റവും പ്രധാനമായി വരേണ്ട കാര്യം തന്നെയല്ലേ? പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ആരോപണം ശരിവെക്കുന്നതല്ലേ. തീർച്ചയായിട്ടും ഇത് കറപ്ഷൻ മണിയാണ്. പല സോഴ്സിലൂടെ പണം കൊടുത്തു. അതിനകത്തൊരു സോഴ്സാണിത്. ധനലക്ഷ്മി ബാങ്കിന്റെ 50 ലക്ഷം രൂപ ലോൺ ഉണ്ടായിരുന്നു. ആ ലോണ് അടച്ചു തീർത്തിരിക്കുന്നത് ഏറെക്കുറെ ഈ പണം കൊണ്ടാണ്. ആ പണം തിരികെ കൊടുത്തോ മറ്റു കാര്യങ്ങളൊക്കെ അക്കൗണ്ട്സ് വെരിഫൈ ചെയ്താണ്. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് അല്ല. നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള അക്കൗണ്ട്സ് അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, 77,86,000 രൂപ ഈ കാലഘട്ടത്തിൽ ഇവര് ഇപ്പൊ ഇതിനകത്ത് ഒന്നാം പ്രതിയായിട്ടുള്ള CMRന്റെ ഉടമയുടെ കൂടെ പങ്കാളിത്തമുള്ള ഡയറക്ടർ ബോർഡിലുള്ള ആ കമ്പനിയിൽ നിന്നും 77,86,000 രൂപ വീണയുടെ CMRL അക്കൗണ്ടിൽ, ഈ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ ഇനി CPM എങ്ങനെ ന്യായീകരിക്കുന്നതില്ല. ന്യായീകരണം അവർക്കൊരു പ്രശ്നമല്ലല്ലോ.